നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 551 551. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 41-ാം സർഗത്തിൽ 28-ാമത്തെ ശ്ലോകം ഫലവിക്രയനുടെ മോക്ഷം. ഫലവിക്രയണി എന്ന് പറഞ്ഞാൽ പഴങ്ങൾ വിൽക്കുന്ന ഒരു വൃദ്ധയ്ക്ക് ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹം ചൊരിഞ്ഞത്. അതിൽ അവസാനത്തെ ശ്ലോകം തെളിഞ്ഞു തേൻ ചിന്തിയ വാക്കുകൊണ്ടും ചിന്നിയ വാക്കുകൊണ്ടും കുളിർത്ത പാൽ പൊഞ്ചിരി വായ്പ കൊണ്ടും പുളിന്തയിൽ പോലും അലിഞ്ഞുകൊണ്ടേ വിളങ്ങിനാൻ അങ്ങനെ വിശ്വനാഥൻ. അതായത് വിശ്വനാഥൻ ആ വൃദ്ധയിലെ കൃപാകടാക്ഷം ചൊരിഞ്ഞ് സന്തോഷിപ്പിച്ചു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾക്ക് 42-ാം സർഗം തുടങ്ങണം. വീണ്ടും ശ്രീകൃഷ്ണ ജയന്തി എന്നാ. അപ്പോൾ രണ്ടാമത്തെ പിറന്നാളാണ്, മൂന്നാമത്തെ പിറന്നാളാണെന്നും പറയാൻ വയ്യ കേട്ടോ. വീണ്ടും ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ഒന്നാമത്തെ ശ്ലോകം? കാളിന്തിയാറ്റിൻകരയിൽ കളിയാടും കുമാരകൻ രോഹിണി ദേവി ഉച്ചത്തിൽ വിളിച്ചിട്ടും വരായികയാൽ. കാളിന്തിയാറ്റിൻകരയിൽ കളിയാടും കുമാരകൻ ശ്രീകൃഷ്ണൻ തൻ്റെ ബാലകൻ വൃന്ദത്തോടു കൂടി പൈക്കുട്ടികളെയും മേയ്ക്കുകയാണ്. പൈക്കളേനല്ല, പൈക്കുട്ടികളെയും മേയ്ക്കുകയാണ്. എവിടെ? കാളിന്തി നദിയുടെ കരയിൽ. രോഹിണി ദേവി ഉച്ചത്തിൽ വിളിച്ചിട്ടും വരായികയാൽ. രോഹിണി ദേവി ഉച്ചത്തിൽ കൃഷ്ണ ഇങ്ങോട്ട് വരൂ, അനക്കല്ല. ഇനിയും വല്ല മരവും വീഴ്ത്തുമോ ചെന്നു നോക്കണം, നേരം ഇന്ന് ഉച്ചയായിട്ടും വരായുവാൻ എന്തു കാരണം? അപ്പോൾ രോഹിണി ദേവിയുടെ മനസ്സിൽ തോന്നുകയാണ്, ഇനിയും വല്ല മരവും വീഴ്ത്തുമോ ചെന്നു നോക്കണം. ഇയാൾക്കിപ്പോൾ ഇതൊരു സ്വഭാവമായി മാറി. ഒരൊറ്റ തള്ള 2 മരങ്ങൾ വീഴ്ത്തിയത്. അപ്പോൾ ഇനിയും വല്ല മരവും വീഴ്ത്തുമോ ചെന്നു നോക്കണം, നേരം ഇന്ന് ഉച്ചയായിട്ടും വരായുവാനെന്തു കാരണം? നീ താൻ ചെന്നു വിളിക്കണം യശോദേ ചൊല്ലി രോഹിണി. കാരണം എന്താ? ഞാൻ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല, ഇനി നീയായി എൻ്റെ മകനായി, നീ പോയി എൻ്റെ മകനെ വിളിച്ചുകൊണ്ടു വാ. സ്വാഭാവികമാണ്. നീ താൻ ചെന്നു വിളിക്കണം യശോദേ ചൊല്ലി രോഹിണി, ചങ്ങാതിമാരോടും കൂടി കളിക്കും കമലേക്ഷണൻ. പെട്ടെന്നടുത്തു ചെന്നീടിൽ പാഞ്ഞിടും പതിവോർത്തവൾ, വിളിച്ചാളൊട്ടു ദൂരത്തു നിന്നുകൊണ്ടേ മനസ്സിനി. എന്താ ആ ഒരു ഡയറക്ഷൻ! വാക്കുകളെ കൊണ്ട് പന്താടുകയാണ് രണ്ടാളും. വ്യാസരൊരു ഭാഗത്ത്, ഇദ്ദേഹത്തിൻ്റെ ഒരു 10,000 ശ്ലോകങ്ങൾ എക്സ്ട്രാ. അപ്പോൾ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് ഗുരുവായൂരിലെ 6-7 വർഷം മേൽശാന്തിയായിട്ട് പുറപ്പെടാശാന്തിയായിട്ട് വാണിരുന്ന താമരശ്ശേരി കൃഷ്ണൻ ഭട്ടീതിരുടെ തൂലികയിൽ ഭഗവാൻ അങ്ങനെ കളിക്കുകയാണ്, അലിഞ്ഞ് വിളയാടുകയാണ്. അപ്പോൾ പെട്ടെന്നടുത്തു ചെന്നീടിൽ, ഞാനിപ്പോൾ വേഗം അവരുടെ അടുത്ത് പോയാൽ പാഞ്ഞിടും പതിവോർത്തവൾ. അമ്മേനെ കണ്ട അപ്പോൾ ഓടിയാൾ. അമ്മോട് ദേഷ്യം ഉണ്ടായിട്ടില്ല, കളിയിലുള്ള താല്പര്യം. വിളിച്ചാളൊട്ടു ദൂരത്തു നിന്നുകൊണ്ടേ മനസ്സ്. കുറേ ദൂരത്ത് തന്നെ, കൃഷ്ണ ഇങ്ങോട്ട് വരൂ, വരൂ, അനക്കല്ല. കൃഷ്ണ നീ ഏട്ടനെ കൂട്ടി വരൂ വേഗത്തിലുണ്ണുവാൻ. ഇന്നത്തെയും അന്നത്തെയും കാലാവസ്ഥ വ്യത്യാസം. കൃഷ്ണ നീ ഏട്ടനെ കൂട്ടി വരൂ വേഗത്തിലുണ്ണുവാൻ. വിശന്നു കുഞ്ഞിനമ്മിഞ്ഞയുണ്ടിട്ടും നേരമെത്രയായി. അവിടെ ഞാൻ ആദ്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല, വശന്നു എന്നല്ല, വിശന്നു തന്നെ വേണം. വിശന്നു കുഞ്ഞിനമ്മിഞ്ഞയുണ്ടിട്ടും നേരമെത്രയായി. മുല കുടിച്ചിട്ട് മോനെ സമയം ഒരുപാടായില്ലേ, വാ ഊണ് കഴിക്കാൻ വാ, ഏട്ടനെ കൈയോടെ കൂട്ടിക്കൊണ്ടു വാ.
രാമ, അടുത്ത ശ്ലോകം 6, നീ എത്രയോ കാലത്തുണ്ടതല്ലേ കുമാരക, വളരെ നേരത്തെ ഉണ്ടതല്ലേ ഉണ്ണി, വിശക്കണില്ലേ നമുക്ക്? രാമ നീ എത്രയോ, നോക്കൂ ഇത് ആരാ പറയണത്? യശോദമ്മ തൻ്റെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്തുള്ള രോഹിണി ദേവിയുടെ മകനെ പറ്റി പറയണു. രാമ നീ എത്രയോ കാലത്തുണ്ടതല്ലേ കുമാരക, നീയേ പറഞ്ഞാൽ കേൾക്കുള്ളൂ കൃഷ്ണനെ കൂട്ടി വന്നിടൂ. ആ ഏട്ടനോടുള്ളൊരു ചുമതലാബോധം ഇന്നത്തെ കാലത്ത് എന്ത് ഏട്ടൻ കാശുണ്ടെങ്കിലൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് സത്യം. നീയേ പറഞ്ഞാൽ കേൾക്കുള്ളൂ കൃഷ്ണനെ കൂട്ടി വന്നിടൂ, ഇല വെച്ച് ഉണ്ണുവാനച്ഛൻ നിങ്ങളെ കാത്തിരിക്കയാം. നന്ദഗോപുരതാ ഇവിടെ കാത്തിരിക്കണു, ഇലക്കെ ഇട്ടിട്ടുണ്ട്, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് വന്നാൽ മതി. ഇല വെച്ച് ഉണ്ണുവാനച്ഛൻ നിങ്ങളെ കാത്തിരിക്കയാം, വിളിക്കുന്നുണ്ട് അതാ വേഗം വീട്ടിൽ പോവിൻ കിടാങ്ങളെ. ഇതാ വിളിക്കുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് പോകാൻ. നിങ്ങളാണിവനെ കോടി വെയിൽ കൊള്ളിപ്പതിങ്ങനെ. ഈ കൃഷ്ണനെ വെയിൽ കൊള്ളിക്കണമെന്ന് നിങ്ങളൊക്കെയാണ് ചങ്ങാതിമാരോട് പറയാം. സുധാമാവും മറ്റും ഇതാ വന്നു മിടുമിടുക്കരായി. സുധാമാവ് മുതലായിട്ടുള്ളവരൊക്കെ ഗോകുലത്തേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങളെന്താ ഇനിയും കളി എന്ന് പറഞ്ഞിരിക്കണത്? കുളിച്ചു കുറിയും തൊട്ടു നിങ്ങളെ പോലെയല്ലവർ, വിയർത്തു വെയിൽ കൊള്ളല്ലേ വരൂ മെയ് കഴുകിച്ചിടാം. കുളിച്ചു കുറിയും തൊട്ട് നിങ്ങളെ പോലെയല്ലവർ. ആരെ? ഈ സുധാമാവും കൂട്ടരൊക്കെ കളിച്ച് വന്നിട്ട് പശുക്കിടാങ്ങളെ നോക്കി വന്നിട്ട് കുളിച്ച് കൂറിയൊക്കെ ഇട്ടിട്ട് അതാ ഉണക്കായിരിക്കണം. വിയർത്ത് വെയിൽ കൊള്ളല്ലേ വരൂ മേയ് കഴുകിച്ചിടാം. കളിച്ചത് മതി, വിയർപ്പാണ് ശരീരത്തിലൊക്കെ, ഞങ്ങളൊന്ന് മേല് കഴുകിച്ച് തരാം, എന്നിട്ട് വന്ന് ഊണ് കഴിക്കൂ. കൃഷ്ണ നിൻ്റെ പിറന്നാളാണിന്ന്, വേഗം കുളിക്കണം, വിപ്രന്മാർക്കു പശുദാനം ചെയ്യണം, വേഗം ഓടിവാ. അപ്പം ഇന്നൊരാണ്ട് പിറന്നാളാണ്, നാലാമത്തെ എനിക്കറിയില്ല. കുളിച്ചു കൃഷ്ണ നിൻ്റെ പിറന്നാളാണ് ഇന്നു, വേഗം കുളിക്കണം, വിപ്രന്മാർക്ക് പശുദാനം ചെയ്യണം, വേഗം ഓടിവാ. കുളിച്ച് അലങ്കരിച്ച് ഊണും കഴിച്ച് ഇനി കളിച്ചിടാം. കളിക്കണമെന്ന് പറയില്ല, വരൂ കുളിക്കൂ, ഊണ് കഴിക്കൂ, പിന്നെ കളിച്ചോളൂ. കുളിച്ചു അലങ്കരിച്ച് ഊണും കഴിച്ചിനി കളിച്ചിടാം, ഈ മട്ടോതിയുടൻ ചെന്നു പിടിച്ചാൽ തൻ കുമാരനെ. ഇത്രയും പറഞ്ഞ് മെല്ലെ മെല്ലെ അടുത്തെത്തിയിട്ട് കയ്യിലോട് പിടിച്ചു സൂത്രശാലി യശോദമ്മ. കൂട്ടാക്കീടാതെ കുതറിച്ചാടാൻ വെമ്പും കുമാരനെ. ആരേനെ പിടിച്ചണത്? ഭഗവാനെ. എത്ര ആൾക്കാർ എൻ്റെ എന്ന് പറയണു, ഒരു കാര്യമില്ല. എൻ്റെ ആവണമെന്നുണ്ടെങ്കിൽ ഭഗവാന് തോന്നണം ഇവരെൻ്റെ ഭക്തരാണെന്ന്. അതുവരെ നമ്മൾ വീണ് താണ് തൊഴിനെ വേണം, അല്ലാണ്ട് അഹങ്കാരമായിട്ടൊന്നും അങ്ങോട്ട് ചെന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കൂട്ടാക്കീടാതെ കുതറിച്ചാടാൻ വെമ്പും കുമാരനെ, അമ്പാർന്ന ഏട്ടനെയും രണ്ടു കൈകൾ കൊണ്ടും ഒരേ വിധം. രണ്ടാളേനെയും കൈ കൂട്ടി പിടിച്ചു വലിച്ചു കൊണ്ടുപോന്നീടും ആ മഹാഭാഗ്യമാർന്നവൾ. എന്താ? കൃഷ്ണനെ വലിച്ചു കൊണ്ടുപോവേ, ബലരാമനെ, ഈ ഭൂമിനെ ഒരു അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ ഒരു തലയിൽ ഒരു കടുകുമണി ഇരിക്കണം കൂടുതലായിരിക്കണത്. അദ്ദേഹമാണ് ഇപ്പോൾ ബലരാമനായിട്ട് അവതരിച്ചത്. അദ്ദേഹത്തിനെ വലിച്ചു കൊണ്ടുപോവേ. എന്താ കഥ? ഇദ്ദേഹം പ്രകൃതിയുടെ നിയന്താവാണ്. എത്ര സൗരയൂഥങ്ങളാണ് ഈ ഭൂമിയിൽ എന്ന് പറയാൻ പറ്റില്ല. അറ്റമില്ലാത്തതെന്നാ. അപ്പോൾ വലിച്ചു കൊണ്ടുപോന്നീടും ആ മഹാഭാഗ്യമാർന്നവൾ. അപ്പോൾ ഇവിടെ മിന്നീന്ന് അന്നി വരുന്നുണ്ട്. അപ്പോൾ അത് 123. വലിച്ചു കൊണ്ടുപോന്നീടും ആ മഹാഭാഗ്യമാർന്നവൾ, മിന്നി സംഗീത സാഹിത്യമിണങ്ങും ഭക്തി പോലവേ. ഈ രണ്ട് കുട്ടികൾ ആരായിട്ടാണ് ഇവിടെ കവി പറഞ്ഞത്? സംഗീത സാഹിത്യമിണങ്ങും ഭക്തി പോലെ. ഭക്തിയിൽ കുറച്ച് സാഹിത്യം കൂടി വേണം. ഭക്തിജ്ഞാന വൈരാഗ്യം. മിന്നി സംഗീത സാഹിത്യം ഇണങ്ങും ഭക്തി പോലവേ, പിറന്നാൾ വട്ടം അന്നേതും കാണാഞ്ഞു കമലേക്ഷണൻ. എന്താ പിറന്നാളിന് വട്ടങ്ങളൊന്നുമില്ലേ എന്ന് പറഞ്ഞാൽ സദ്യവട്ടങ്ങളൊന്നുമില്ലേന്ന്.
പിറന്നാൾ വട്ടം വന്നേതും കാണാഞ്ഞു കമലേക്ഷണൻ കരഞ്ഞാൻ തെറ്റു ചൊല്ലിട്ടും കൂട്ടാക്കി നീലകോമളൻ. ആഹാ, എൻ്റെ പിറന്നാളായിട്ട് സദ്യവട്ടമൊന്നും ഇല്ലല്ലോ, ഞാൻ ഊണ് കഴിക്കില്ല. നിങ്ങളായി നിങ്ങളുടെ പിറന്നാളായി ഞാൻ ഊണ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കില്ല. സോറി കൃഷ്ണ, എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റ് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കുഞ്ഞിൻ അപ്പോൾ പറഞ്ഞു, പിറന്നാൾ വട്ടമന്നേതും കാണാഞ്ഞു കമലേക്ഷണൻ കരഞ്ഞാൻ തെറ്റു ചൊല്ലിയിട്ടും കൂട്ടാക്കും നീലകോമളൻ. കുഞ്ഞിൻ പിറന്നാൾ എമ്മട്ടിൽ ഇന്ന് അല്ല അഷ്ടമി രോഹിണി ചൊല്ലിനാൻ നന്ദഗോപാലൻ ഇന്നല്ല എന്നുരച്ചിടും. ഇന്നല്ല അഷ്ടമി രോഹിണി ദിവസമാണെന്ന് എൻ്റെ പിറന്നാൾ. ഇന്നിപ്പോൾ തലേ ദിവസമായിട്ടേ ഉള്ളൂ എന്നാ. കുഞ്ഞിൻ പിറന്നാളമ്മട്ടിൽ ഇന്ന് അല്ല അഷ്ടമി രോഹിണി ചൊല്ലിനാൻ നന്ദഗോപാലൻ ഇന്നല്ലെന്നാ ആരുരച്ചിടും. പഞ്ചാംഗം നോക്കിടാമെന്നുകൂടിയും ശരിയായി ഞാൻ. പഞ്ചാംഗം നോക്കിടാം, ഒന്ന് സംശയം വേണ്ട, കൂടി നോക്കിയിടാം ഒന്നുകൂടി വിസ്തരിച്ച് പഞ്ചാംഗം നോക്കി ഉറപ്പിക്കുക. ശരിയായി ഞാൻ കുഞ്ഞിൻ പിറന്നാളെ ആണ്ടിൽ ഒരു പക്ഷത്തിൽ ഇന്നുമാം. 2 പക്ഷം വരുന്നുണ്ട്. എങ്ങനെ? ഈ 28 നാൾ ഒരു മാസത്തിൽ വന്നാൽ ആദ്യത്തെ പിറന്നാൾ എടുക്കില്ല, രണ്ടാമത്തെ എടുക്കുള്ളൂ. എന്താ കാരണം? വയസ്സ് അന്നൊക്കെ ആവുള്ളൂ എന്നാ. ഒരു മാസമെങ്കിലും എൻ്റെ മകന്, എൻ്റെ മകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക് വയസ്സാവണ്ടെന്നാ. ഒരു മാസത്തെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. എന്താ നമ്മുടെ സംസ്കാരത്തിൻ്റെ നിർമാല്യത ആലോചിച്ച് നോക്കൂ. പഞ്ചാംഗം നോക്കിടാമൊന്നുകൂടിയും ശരിയായി ഞാൻ കുഞ്ഞിൻ പിറന്നാളെ ഈ ആണ്ടിൽ ഒരു പക്ഷത്തിൽ ഇന്നുമാം. അതുവിധം അകതാരിലെത്രയും ചതുരതയേന്തിയ ഗോകുലാധിപൻ സാമർഥ്യം പറയാണ്. പറഞ്ഞു മനസ്സിലായോ? അതുവിധം മകതാരിലെത്രയും ചതുരതയേന്തിയ ഗോകുലാധിപൻ കുതുകമോട് നടത്തി വീണ്ടും പുതുകിയ കൃഷ്ണജയന്തി ഉത്സവം. ആ കൃഷ്ണജയന്തി ഉത്സവം എന്ത് ചെയ്തു? പുതുക്കി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനി ലീലാകാണ്ഡേ ദ്വിചത്വാരി സത്സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 43-ാം സർഗം ഉപനന്ദാദികളുടെ ചിന്തയും വൃന്ദാവന യാത്രയും. ശ്രദ്ധിക്കുക, ഉപനന്ദാദികൾ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ പ്രായക്കാർ അല്ലെങ്കിൽ സഹോദരന്മാർ എന്ത് വേണമെങ്കിലും പറയാം. ചിന്തയും അവരെ നന്ദഗോപരെയും കുട്ടീനെയും കാണാൻ വേണ്ടി വൃന്ദാവന യാത്ര ചെയ്യുന്നതായിട്ടുള്ള ഭാഗം. 43-ാം സർഗം 1-ാം ശ്ലോകം. നന്ദൻ തുടർന്ന ഗോപന്മാരോരോ ആപത്തു കാൺകയാൽ. നന്ദൻ തുടർന്ന് ഗോപന്മാരോരോരോ ആപത്തു കാൺകയാൽ കൂടി ചേർന്നൊരു നാൾ ചെയ്തു ഗോകുലക്ഷേമ ചിന്തനം. ഉപനന്ദാദികളുടെ ചിന്ത. അവിടെ തന്നെ പ്രായമായിട്ടുള്ള ഫ്രണ്ട്സ് ഉപനന്ദാദികൾ കൂടിച്ചേർന്നൊരു നാൾ ചെയ്തു ഗോകുലക്ഷേമ ചിന്തനം. ഗോകുലത്തിൻ്റെ ക്ഷേമത്തിന് ഉതകുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. നന്ദഗോപരെ, താൻ അധ്യക്ഷനായിട്ട് നമ്മൾക്കൊരു കാര്യവിചാരം ചെയ്യാം. അറിവും പ്രായവും കൂടി നിൽപ്പോനവരിൽ എത്രയും ദേശകാലങ്ങൾ നോക്കി താൻ ചെയ്യുവാൻ കഴിവുള്ളവൻ. ഒരു നാട്ടിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ നാട്ടിൽ ഏത് കാര്യമാണ് ചെയ്യണത് അതിനോട് താല്പര്യമുള്ള ആൾക്കാരെ കൂട്ടി വിചാരണ ചെയ്യണം, ചിന്തനം ചെയ്യണം. അല്ലാണ്ട് കയ്യിൽ കാശുണ്ട് അല്ലെങ്കിൽ വിദ്വേഷം വെച്ചിട്ട് ഇയാളെ കൂട്ടണ്ട. നമ്മൾ വിചാരിച്ചാലും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ സർവജ്ഞ, സർവേശ്വര, സർവദൃഷ്ടിയുള്ളവൻ, അതായത് 1000 കാതുകളും 1000 ചെവികളും 1000 കണ്ണുകൾ, പിന്നെ നാസാരന്ധ്രങ്ങളും 1000 വായും ഒക്കെ ഉള്ള ആളാണ് ഭഗവാൻ. അദ്ദേഹം എല്ലാ ജനങ്ങളിലും ഇരിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സമൂഹത്തിൽ ആരെയെങ്കിലും നിരാകരിച്ചാൽ അത്രയും ഈശ്വരനെ നിരാകരിച്ചു നാം. ഇതാർക്കേ അറിയുള്ളൂ? ഇത് വായിച്ചു നോക്കിയവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അറിയുന്നവരെന്ത് ചെയ്യും? അവരായി അവരുടെ പാടയച്ച് എന്താ ചെയ്തോട്ടെ, നന്നായിരിക്കട്ടെ എന്നേ ഉള്ളൂ.
അപ്പോൾ ദേശകാലങ്ങൾ നോക്കിത്താൻ ചെയ്യുവാൻ കഴിവുള്ളവൻ ഉപനന്ദൻ മഹാഭക്തൻ ചൊല്ലിനാൻ ഉടൻ ഇങ്ങനെ. ഉപനന്ദൻ, ഇനിയിപ്പോൾ നന്ദഗോപുര അനിയനാവാം അല്ലെങ്കിൽ ഏട്ടനാവാം. ഉപനന്ദൻ മഹാഭക്തൻ ചൊല്ലിനാനുടൻ ഇങ്ങനെ. ഗോകുലത്തിൻ്റെ നന്മയ്ക്കു വിടേണം നമ്മൾ ഈ സ്ഥലം. എന്താ പറഞ്ഞത്? ഈ സ്ഥലത്തിൽ ഇനി ജീവിച്ചത് മതി. നമ്മൾ കുറച്ച് പശുക്കൾക്ക് പുല്ല് കുടിക്കാൻ വെള്ളവും തിന്നാൻ പുല്ലും കുടിക്കാൻ വെള്ളമുള്ള സ്ഥലത്തേക്ക് മാറുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ നോർമാഡിക് ട്രൈബാണ്. ചെങ്കൽക്കുറി ഉരച്ച് കൂറിയിട്ടിട്ടുണ്ടെന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ചന്ദനല്ല. അപ്പോൾ ഈ മരതകം അതൊക്കെ എനിക്ക് തോന്നുന്നത് പിന്നെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പക്ഷേ നന്ദഗോപുരം അത്ര ധനാധിപനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹം ഹെഡ് ഓഫ് ദി ഫാമിലിയാണ്, ഹെഡ് ഓഫ് ദി വില്ലേജാണ്, കാര്യമൊക്കെ ശരി. പക്ഷേ ഈ നോർമാലിക് ട്രൈബിലുള്ളവർക്ക് ഇരുമ്പ് പെട്ടിയോ അല്ലെങ്കിൽ നവരത്നങ്ങളോ സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പറയുന്നു, വിചാരധാരയിൽ വരുന്നു എന്നർത്ഥം. അപ്പോൾ ഗോകുലത്തിൻ്റെ നന്മയ്ക്ക് വീഴണം നമ്മൾ ഈ സ്ഥലം. കിടാങ്ങൾക്ക് ഇവിടം മാടാൻ നന്മല്ലെന്നോർത്തിടുന്നു ഞാൻ. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അത്ര നല്ല അനുഭവമല്ല. ഇപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിനാശങ്ങളാണ് വരുന്നത്. എന്തോ ഈശ്വര കടാക്ഷം കൊണ്ട് അതൊക്കെ തട്ടിത്തടഞ്ഞ് ഇല്ലാതെ ഉണ്ടായി നമ്മളും കുട്ടികളും സുരക്ഷിതരാണ്. പക്ഷേ ഇനി മേലിലും ഇതേമാതിരി വല്ല പ്രശ്നങ്ങളൊക്കെ വന്നാൽ എന്താ ചെയ്യുക? അത് കാരണം ഈ സ്ഥലം വിട്ടിട്ട് നമുക്ക് വേറെ നല്ലൊരു സ്ഥലത്തിലേക്ക് പോവാം. കിടാങ്ങൾക്ക് ഇവിടം പാടാൻ നന്നല്ലെന്നോർത്തിടുന്നു ഞാൻ. പിശാചി വന്നതും, പിശാചി ആരാ? കംസൻ്റെ സിസ്റ്റർ, അവളാരാ? പൂതന. പിശാചി വന്നതും ഇവിടെ എഴുതി വെച്ചോളാം, ഇനി ആരെങ്കിലും വായിക്കാൻ തോന്നി വിചാരിച്ചാൽ. പൂതന. വണ്ടി വീണതും ശകടാസുരൻ, കാറ്റണഞ്ഞതും തൃണാവൃത്തൻ, ഒക്കെ എഴുതുക. പൂതന, പിന്നെ വണ്ടി വീണത് ശകടാസുരൻ. കാരണം ഇനി വരുന്ന ആളെ എത്ര ആരറിയില്ലല്ലോ ഇത് വായിക്കാൻ. ശകടാസുരൻ, പിന്നെ തൃണാവർത്തൻ. കഴിയുന്ന ഉപകാരം ചെയ്തു വയ്ക്കാം. പിശാചി വന്നതും വണ്ടി വീണതും കാറ്റണഞ്ഞതും ഓർക്കാവതല്ല. എപ്പോഴെല്ലാം ദൈവം രക്ഷിച്ചു കുഞ്ഞിനെ. ഇപ്പോഴും ഈ മരുതിൻ ചോട്ടിലെത്രയോ ചെറുകുട്ടികൾ. ഈ നാലാമത്തെ ഇൻസിഡൻ്റാണ് ഈ മരുത് മരങ്ങൾ വീഴാന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ മരുതിൻ ചോട്ടിലെത്രയോ ചെറുകുട്ടികൾ കളിച്ചിട്ടും ഒരുത്തർക്കും ഒന്നും പറ്റിയില്ല. അതൊക്കെയും സർവേശ്വരൻ്റെ കാരുണ്യം ഒന്നിനാൽ മാത്രം ഓർക്കണം. ഇതാണ് സ്തുതി. കാരണം പോസിറ്റിവിറ്റി എപ്പോഴും പറയണം. അപ്പോൾ നെഗറ്റിവിറ്റി കമ്മിയാവും. എന്താ ഇപ്പം ചെയ്യുക, ഞാൻ അത്ര ബുദ്ധിമുട്ടി, എനിക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ നേരാവലില്ല. അപ്പോൾ ഈ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. ഹൗ ടു സ്പീക്ക്, വാട്ട് ടു സ്പീക്ക്, വാട്ട് ഡിഡ് നോട്ട് സ്പീക്ക്, പറയാൻ പാടില്ലാത്തതെന്താ, ഇതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാവും. ഭഗവാൻ ഉള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കും. ഭഗവാനത് കഷ്ടമുള്ള കാര്യമല്ല. എല്ലാവരുടെ ഹൃദയകമലത്തിലും ഭഗവാൻ കൂടസ്ഥനായും സർവജീവഗുഹാശയനായിട്ടും അന്തര്യാമിയായിട്ടും സർവസാക്ഷിയായിട്ടും ഇരിക്കാം. അതാണ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ കളിച്ചിടും ഒരുത്തർക്കും ഒന്നും പറ്റിയില്ല. അതൊക്കെയും സർവേശ്വരൻ്റെ കാരുണ്യം ഒന്നിനാൽ മാത്രം ഓർക്കണം. ആപത്തിനിടയുണ്ടെങ്കിൽ അകന്നീടണം ഏവനും. ഇനിയും ആപത്ത് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ഈ സ്ഥലം അത്ര നന്നല്ല, നമുക്ക് ഈ സ്ഥലം വിട്ടു പോവാം. ആപത്തിനിടയുണ്ടെങ്കിൽ അകന്നീടണം ഏവനും. അറിവുള്ള മഹാത്മങ്ങൾ അരുളിയിടുവതങ്ങിനെ. അറിവുള്ളവരിങ്ങനെയാണ് പറഞ്ഞത്. ആകയാൽ ഇവിടം പൈതങ്ങളെ നാം ഇനിയാവതും പാർപ്പിക്കരുത്. ഉടൻ മറ്റു വല്ലേടം ചെന്നു വാഴണം. ഈ സ്ഥലം വേണ്ട, നമുക്ക് ഒഴിവാക്കി പോവാ, വേറെ എവിടെയെങ്കിലും പോവാ.
വൃന്ദാവനം പശുക്കൾക്കു മേയുവാൻ തക്കതാമിടം. ഇനി നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവാന്നാ. ഇപ്പം ഇത് ഗോകുലം വിടാം, കുറേ കാലമായി ഇവിടെ താമസിക്കണം. വൃന്ദാവനത്തിലേക്ക്. വൃന്ദാവനം പശുക്കൾക്കു മേയുവാൻ തക്കതാമിടം എന്നും പച്ച പിടിച്ചുള്ള പർവ്വതം. എന്നും വേനൽക്കാലം വർഷക്കാലമൊക്കെ ഒരേ മാതിരി. ശുദ്ധമാം ജലം കാളിന്തിയും അടുത്താണ്. നിങ്ങൾക്കേവർക്കും എത്രയും സമ്മതം തന്നെയാണെങ്കിൽ ഉടൻ തന്നെ ഒരുങ്ങണം. ഉപനന്ദൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചാൽ വേഗം മട്ടം കൂട്ടുക നമുക്ക്. ബുധനാഴ്ചയും ഉത്രാടം നന്ന് ആണ് ഇന്ന് പുറപ്പെടാൻ. ബുധനാഴ്ചയും ഉത്രാടം നക്ഷത്രവും അപ്പം നല്ലതാണ്, അത് എഴുതി വെച്ചോളൂ. ബുധനാഴ്ച ഉത്രാടം നക്ഷത്രത്തിൽ ഒരു വഴിക്ക് പോകാൻ നല്ലതാണ്. ഇനി വീട് ഫ്ലാറ്റൊക്കെ മാറുകയാണെച്ചാൽ നല്ലതാണ്. ബുധനാഴ്ചയും ഉത്രാടം നന്ന് ആണിന്നു പുറപ്പെടാൻ സമ്മതം തന്നെ സന്ധിക്ഷോതി സർവരും. പോവാന്ന് തീരുമാനിച്ചാൽ അന്ന് ബുധനാഴ്ചയാണ്, ഉത്രാടം നക്ഷത്രമാണ്, നല്ല ദിവസമാണ് പോവുക. ഇതാരാ തോന്നിക്കണത്? ഭഗവാൻ. കെട്ടും പെട്ടികളും മറ്റും നിറച്ചു പല വണ്ടിയിൽ വൃദ്ധരെയും സ്ത്രീകളെയും ഗടാങ്ങളെയും ആദ്യമായി. വണ്ടിയിലെ പെട്ടികൾ തുണിയൊക്കെ കെട്ടിപ്പൊട്ടി വൃദ്ധരെ, സ്ത്രീകളെ, കുട്ടികളെയൊക്കെ കയറ്റി ബാക്കിയുള്ളവരെ നടന്നു പോവുക. വണ്ടിയിൽ കെട്ടും പെട്ടികളും മറ്റും നിറച്ചു പല വണ്ടിയിൽ വൃദ്ധരെയും സ്ത്രീകളെയും കിടാങ്ങളെയും ആദ്യമായി. അപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന വീടുകളെ അവരുണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ്. നമ്മളെപ്പോലെ വീട് കടം വാങ്ങി ബാങ്ക് ജപ്തി ചെയ്യണ കൂട്ടത്തിലൊന്നും ചെയ്യില്ല. നമ്മൾക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഒരു സന്ദർഭം ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗവതം തരുന്നു. അപ്പോൾ വണ്ടിയിൽ കയറ്റി ഗോപന്മാർ നടന്നു. ചിലർ പൈക്കളെ കൂട്ടങ്ങളായി ചേർത്ത് തെളിച്ചു മുമ്പിലങ്ങിനെ. ചില പശുക്കളെ എനിക്ക് കൂട്ടിക്കെട്ടി, ചിലവരെ അങ്ങനെ കൂട്ടം തെറ്റാതെ കണ്ട് നടത്തിക്കൊണ്ട് പോകണം. വണ്ടിയിൽ കയറ്റി ഗോപന്മാർ നടന്നു. ചിലർ പൈക്കളെ കൂട്ടങ്ങളായി ചേർത്ത് തെളിച്ചു മുമ്പിലങ്ങിനെ. തുള്ളിച്ചാടും കന്നുകളും ഒപ്പം തന്നെ നടക്കയാം. അതിൽ പശുക്കുട്ടികളുണ്ട്, മൂരിക്കുട്ടികളുണ്ട്, അവർ മുക്കറിട്ട് ചാടി നടക്കുന്നുണ്ട്. തുള്ളിച്ചാടും കന്നുകളും ഒപ്പം തന്നെ നടക്കയാം. കൊമ്പും വിളിച്ചു ഗോപന്മാർ ഉത്സാഹം പോണ്ടു കോലുമായി. കയ്യിലൊരു വടിയുണ്ട് പശുക്കളെ മേയ്ക്കാൻ, തെളിക്കാൻ. കൊമ്പ് വിളിച്ച് ആനന്ദിക്കുകയാണ്. ഈ പശുക്കളുടെ കൊമ്പൊക്കെ നല്ല മധുരത്തിൽ ശബ്ദത്തിൽ ഊതാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, അതെ, കൊമ്പും വിളിച്ച ഗോപന്മാർ ഉത്സാഹം എന്നില്ല അവിടെ, ഉത്സാഹം എന്നുള്ളതല്ല, ഉത്സാഹം. ഇതൊക്കെയാണ് ഇപ്പോൾ വായിക്കുമ്പോഴാണ് ഇതൊക്കെ തിരുത്താൻ സാധിക്കണുള്ളൂ. ഉത്സാഹം പൂണ്ടുകോലുമായി നടപ്പു ചിലർ പിന്നാലെ വേണ്ടുന്നോരൊത്തുഘോഷമായി. മണിപ്പതക്കവും മുത്തുമാലയും പട്ടുചേലയും, സ്ത്രീകളുടെ ആഭരണം, മണിപ്പതക്കവും മുത്തുമാലയും പട്ടുചേലയും ചമഞ്ഞണിഞ്ഞു വന്ന ഏറിയ ഗോപിമാർ തങ്ങൾ വണ്ടിയിൽ കൃഷ്ണലീലകൾ പാടിയിടാൻ തുടങ്ങി. ചില ഗോപികൾ കൃഷ്ണൻ്റെ ജന്മം, പൂതനേനെ ഹരിച്ചത്, ശകടാസുരനെ വധിച്ചത്, തൃണാവർത്തനെ കൊന്നത്, ഇതൊക്കെ ഇങ്ങനെ പാട്ടിൽ ഭക്തിസാന്ദ്രമായ വാക്കുകളും കയ്യടിയും തുള്ളിച്ചാടുതലും കുഴിത്താളം മുട്ടലും ഗഞ്ചിറ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എനിക്കറിയില്ല. ഞാനതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പരവശനാവുക, സന്തോഷത്തിലിങ്ങനെ മുങ്ങി താഴുക. അപ്പോൾ യശോദയും രോഹിണിയും മെല്ലെ ഉണ്ണിക്കിടാങ്ങളെ ഒക്കത്തെടുത്തേ കയറി പാട്ടും കേട്ട് അമ്പോട് അങ്ങിനി. തൻ്റെ മക്കളെ യശോദമ്മ കൃഷ്ണനെ എടുത്ത് ഒക്കത്ത് വെച്ച് വണ്ടിയിൽ കയറി. രോഹിണി ദേവി ബലരാമസ്വാമിയെ എടുത്ത് ഒക്കത്ത് വെച്ച വണ്ടിയിൽ കയറി. ഒക്കത്തെടുത്ത് കയറി പാട്ടും കേട്ടും അമ്പോടങ്ങിനെ. എല്ലാ സാമാനവും കയറ്റി വെപ്പിച്ചും കൊണ്ട് പിന്നിലായി പുറപ്പെട്ട നന്ദഗോപൻ ദൈവത്തെ പ്രണമിച്ചുടൻ. ഒരു വീട് വിട്ടു പോകുമ്പോൾ, ഒരു രാജ്യം വിട്ടു പോകുമ്പോൾ, ഈശ്വരാ ഇത്രയും കാലം ആപത്തൊന്നും വരാതെ കൊണ്ട് ഞങ്ങളെ കാത്തതിന് നന്ദി.
ഇനി സംഗതി വശാൽ ഇവിടെ ആരാണ് താമസിക്കാൻ വരണത്? എത്രയായാലും നമ്മൾക്കിഷ്ടപ്പെട്ട സ്ഥലം തേടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്ഥലം ഇഷ്ടമായിട്ട് ചിലവർ വരും. അപ്പോൾ എന്ത് വേണം? അവർക്ക് ഇതേപോലെ സ്വസ്തി ഉണ്ടാക്കി കൊടുക്കണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം. ഞാനിത് പറയുമ്പോൾ 92 എൻ്റെ വീട് ഡോംബിവിലിയിലെ ചെറിയൊരു 450 475 സ്ക്വയർ ഫീറ്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു വീട്, 8 കുടുംബം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ ഒന്നുകൂടി കൂട്ടി 9 ആക്കിയിട്ടാണ് മിനിമം റിക്വയർമെൻറ്റ് സൊസൈറ്റിക്ക് 9 ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അത് വിൽക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ 24 മണിക്കൂറിൽ കച്ചവടമായി. അപ്പോൾ പോവായിലൊരു വീട് വയ്ക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഒരു വീട് എൻ്റെ ബ്രദർ ലോന് വാങ്ങി, അപ്പോൾ എനിക്കും വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു. സംഗതി വശാൽ നടന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ ആൾ ഒരു ക്രിസ്ത്യൻ ഫാമിലി, കല്യാണം കഴിഞ്ഞിട്ട് 7-8 കൊല്ലം കുട്ടികളില്ല. അപ്പോൾ അയാൾക്ക് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലിട്ട് എന്നോട് പറഞ്ഞു, രാജേട്ടാ, അങ്ങ് കല്യാണം കഴിഞ്ഞ ഭാര്യയും കുട്ടികളും 2 കുട്ടികളായിട്ട് നല്ലൊരു ഫ്ലാറ്റിലേക്ക് പോകണം വിചാരിച്ചാൽ അങ്ങ് ഈ വീട് വിറ്റത് ഞാൻ വാങ്ങിയതും. അപ്പോൾ അങ്ങക്ക് ബുദ്ധിമുട്ട് ആണെങ്കിൽ കച്ചവടത്തിൽ നിന്ന് ഞാൻ പിന്മാറാം, അങ്ങക്ക് കാശ് ഞാൻ മടക്കിത്തരാം. അല്ല, അങ്ങ് കാശ് മെല്ലെ മടക്കി തന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ കുളിച്ച് കുറിയുന്ന ഒരാളാണ്, പറഞ്ഞ വാക്ക് ഞാൻ മാറ്റില്ല. അത് ശരിയോ തെറ്റോ, എന്നെക്കൊണ്ട് ഈ വീട് വിൽപ്പിച്ചത് ഭഗവാനാണ്, എന്നെ ഈ വീട്ടിൽ കൊണ്ടുവരുത്തിയത് വാങ്ങിപ്പിച്ചതും ഭഗവാനാണ്. അതുകൊണ്ട് ഇനി മടക്കല്ല. മാത്രമല്ല, ഞാൻ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് തനിക്ക് വീട് തരുന്നത്. തനിക്ക് ഞാൻ സമ്പന്നനല്ലെങ്കിലും ആധ്യാത്മികമായുള്ള സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്. കുളിക്കുക, വിളക്ക് വയ്ക്കുക, തൊഴുക, പുരാണങ്ങൾ വായിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതുകൊണ്ട് തനിക്കുള്ള മനക്ലേശം 1 വർഷത്തിൻ്റെ ഉള്ളിൽ മാറുമെന്ന് ഞാൻ ആശിക്കല്ല, പ്രിഡിക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നെക്കൊണ്ട് പോകാൻ അങ്ങനെ തോന്നിപ്പിച്ചത്. പറഞ്ഞ മാതിരി അന്ന് അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വലിയൊരു കൊട്ടയിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരുന്നു. എന്താ അല്ല, രാജേട്ടൻ പറഞ്ഞ വാക്ക് ശരിയായി, എൻ്റെ മിസ്സീസ് മാസമുറ തെറ്റിയണു. ആലോചിച്ച് നോക്കൂ, ഇവിടെ ഭഗവാന്റെ ലീലാകാന്ഡാണ് ഞാൻ വായിക്കുന്നത്. ഞാനിത് പല പ്രാവശ്യം ഡോംബിവിലിയിൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡോംബിവിലി എന്നല്ല എവിടെ, കാരണം എൻ്റെ അനുഭവമാണ് എനിക്ക് ഗുരു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദൈവത്തെ പ്രണമിച്ചുടന്ന അത് പറയുമ്പോൾ ഒരു സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥാനത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ടായിട്ടുണ്ട്, അതേപോലെയുള്ള ഐശ്വര്യങ്ങളൊക്കെ ഇനി ഇവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാർക്കും ഉണ്ടാവണേ. സർവേശ്വരനെ പ്രണമിച്ചിട്ടാണ് അവർ യാത്രയായത്. അടുത്തണഞ്ഞിടുന്തോറും ആനന്ദം മലതല്ലവേ. കുറച്ച് ദൂരമേ ഉള്ളൂ, ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും മഹാലക്ഷ്മി അവിടെ സാക്ഷാൽ വൃന്ദാവനം വൃന്ദ എന്ന് പറഞ്ഞാൽ തുളസീത, ഒരു തുളസിയുടെ കാട ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവാന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അടുത്തണിഞ്ഞിടും തോറും ആനന്ദം മലതല്ലവേ. എത്തി വൃന്ദാവനത്തിങ്കൽ ഇറങ്ങി സർവഗോപരും. അവിടെ എത്തി, അവിടെ ഇറങ്ങി. പണിയിച്ചാൻ ഗോകുലേശൻ പുത്തൻ വീടുകൾ, എത്രയും അനവധി വീടുകൾ പർണശാല മാതിരി ഉണ്ടാക്കിയതാണ്. പണിയിച്ചാൻ ഗോകുലേശൻ പുത്തൻ വീടുകൾ, എത്രയും വിശാലമായ മുൻഭാഗം മാർക്കും സൗകര്യമാം വിധം. എല്ലാവരുടെ വീട്ടിലും ബലരാമനും ശ്രീകൃഷ്ണനും തത്തിക്കളിക്കാനുള്ള അങ്കണം എല്ലാവർക്കും എയർമാർക്ക് ചെയ്ത് കൊടുത്തു. വൃന്ദാവനം പ്രശോഭിച്ചു കൃഷ്ണൻ്റെ കഴൽ വെപ്പിനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് വെച്ചത്. സർവേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടും ജീവിതം എന്ന് പോൽ നമ്മളെപ്പോലെ നമ്മൾക്ക് സർവേശ്വരൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. കൊണ്ട് ജീവിതമെന്ന പോൽ ഇറങ്ങി രാമകൃഷ്ണന്മാർ ഓരോ പുതുമ കാണുവാൻ. പുതിയ സ്ഥലം കാണാൻ വേണ്ടി
എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഇറങ്ങി രാമകൃഷ്ണന്മാരോരോ പുതുമ കാണുവാൻ പുണ്യം വൃന്ദാവനവുമായ യമുനാ പുളിനങ്ങളും പുണ്യം വൃന്ദാവനവും വൃന്ദാവനും ആയ യമുനാ പുളിനങ്ങളും യമുനയുടെ തീരപ്രദേശത്ത് ഊഞ്ഞാലാടിക്കളിച്ചിടാൻ ഉതകും തൈമരങ്ങളും, ചെറിയ മരങ്ങൾ കുട്ടികൾക്ക് ഊഞ്ഞാലിടാൻ പറ്റുന്ന ഊഞ്ഞാലാടി കളിച്ചിടാൻ ഉതകും തൈമരങ്ങളും പാറയിൽ തട്ടി വന്നിടും നീർച്ചാട്ടത്തിൻ്റെ ഭംഗിയും അല്ലേ? ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്താണല്ലോ ഇപ്പോൾ താമസം. അപ്പോൾ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് വരുന്ന നീർച്ചാലുകൾ പാറകളിൽ തട്ടി വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളകളാരവം. കിടാങ്ങൾക്കൊക്കെയും ചോട്ടിൽ അമ്പിയെന്നു കളിക്കുവാൻ പച്ചക്കുട പിടിച്ചും കൊണ്ടെന്നും നിൽക്കുന്ന മാതിരി ധാരാളം വലിയ വൃക്ഷങ്ങൾ നല്ല തണലൊക്കെ ഏകിയിട്ട് പടർന്നു പന്തലിച്ചുള്ള മഹാഭാണ്ഡീര വൃക്ഷവും വലിയൊരു ആലും വൃക്ഷം ഭാണ്ഡീര്യം പടർന്നു പന്തലിച്ചുള്ള മഹാഭാണ്ഡീര വൃക്ഷവും പുതുതായി കാണെ അത്യന്തം ഉത്സാഹം പൂണ്ടു കുട്ടികൾ. എല്ലാം കുട്ടികൾക്കും ഉത്സാഹഭരിതന്മാരെ. കുയിലിൻ പാട്ടും ഓരോരോ കിളിതൻ ചെറുകൊഞ്ചലും, അതായത് കുയിലിൻ്റെ പാട്ട്, ഓരോരോ കിളികളുടെ ചെറുകൊഞ്ചൽ, പാറുന്ന പാവച്ചാർത്തിൻ പലമാതിരി ഭംഗിയും, പറവച്ചാർത്തിൻ പറക്കുന്ന മറ്റു പക്ഷികളുടെ പലമാതിരിയുള്ള ഭംഗികളും, മയിലിൻ നൃത്തവും പുള്ളിമാൻ കിടാവിൻ്റെ നോട്ടവും, കുളിർത്തു വിലസും വള്ളിക്കൊടിലും പല പൂക്കളും കണ്ട് അലിഞ്ഞോതി കാർവർണ്ണൻ. വളരെ സന്തോഷമായി ഭഗവാന് കൃഷ്ണന്. കണ്ട് അലിഞ്ഞോതി കാർവർണ്ണൻ ചങ്ങാതികളോട് ഈ വിധം വൃന്ദാവനത്തിങ്കൽ നമ്മൾക്ക് ഇനിയെന്നും കളിച്ചിടാം. അവിടെ നിർത്താം. അതാണ് വൃന്ദാവനത്തിങ്കൽ നമ്മൾക്ക് ഇനി എന്നും കളിച്ചിടാം. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.